തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ഇനി കൂട്ടായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട പാർട്ടി പ്രവർത്തകരാണ്. അവിടെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുന്നു, പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ടിരിക്കുകയാണ്. അതും പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ക്രിസ്റ്റീന, എന്തായാലും കണ്ണൂരിലെ പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു മുതിർന്ന നേതാവ് കൂടി പാർട്ടി വിടുന്നു. ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ, കണ്ണൂർ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, 60 വർഷക്കാലത്തെ CPM-ന്റെ ബന്ധമുപേക്ഷിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. കൂടാതെ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കടുത്ത ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. എന്തായാലും ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ അദ്ദേഹം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചും പാർട്ടിക്കകത്ത് അദ്ദേഹം നേരിട്ട അനീതികളെക്കുറിച്ചും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. പ്രധാനമായും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങളുടെയൊക്കെ തന്നെ തർക്കങ്ങൾ രൂക്ഷമാകുന്നത്. അതിനു മുമ്പ് തന്നെ പല പ്രശ്നങ്ങളിലും പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ തുറന്നു പറയുന്നു. ഈ ആന്തൂരിലെ സാജന്റെ ആത്മഹത്യയായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കമെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് ആന്തൂരിലെ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന P.K. ശ്യാമള, ഈ ശ്യാമളയ്ക്കെതിരെ രൂക്ഷമായിട്ടുള്ള ജനരോഷമുണ്ടായിരുന്നു. ആ ജനരോഷത്തെ തണുപ്പിക്കാൻ താനും P. ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് അന്ന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് പൊതുയോഗത്തിൽ അന്ന് അന്വേഷിച്ച് നടപടിയെടുക്കും, ഉചിതമായ നടപടിയെടുക്കും എന്ന് പറഞ്ഞത് മുതലാണ് തനിക്കെതിരെ ഗോവിന്ദൻ മാസ്റ്റർ തിരിഞ്ഞത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതിനുശേഷം പല വിഷയങ്ങളിലും തന്നെ തഴഞ്ഞതായിട്ടും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ തളിപ്പറമ്പിൽ ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെച്ചത് തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്നാണ്. അങ്ങനെ 3 പേരുകളാണ് തളിപ്പറമ്പിൽ ആദ്യമായി ഉയർന്നു വന്നത്. അത് തളിപ്പറമ്പിൽ P.K. ശ്യാമളയുടെ പേരുണ്ടായിരുന്നു. അതിൽ കൂടാതെ N. സുകന്യ, അന്ന് കണ്ണൂർ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. തളിപ്പറമ്പ് മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യ കൂടിയാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ N. സുകന്യയുടെ പേരുണ്ടായിരുന്നു. കൂടാതെ K.K. ശൈലജയുടെ പേര് കൂടി അന്ന് ഉയർന്നു വന്നിരുന്നു. ഈ 3 പേരിൽ ഒരാളെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കണമെന്നായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന ചർച്ച. പക്ഷേ പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പേര് പോയപ്പോൾ P.K. ശ്യാമളയുടെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ശ്യാമളയുടെ പേര് അംഗീകരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ പേര് പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ രൂക്ഷമായ വിമർശനം ഉയർന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇതിനെതിരെ P. ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു കഴിഞ്ഞാൽ അത് ജയസാധ്യതയെ ബാധിക്കും എന്നുള്ളൊരു വിമർശനം ഉന്നയിച്ചതായിട്ടും പറയുന്നതായാലും 60 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഏതാണ്ട് 25 വർഷക്കാലം CPM-ന്റെ ശ്രീകണ്ഠാപുരം മയ്യിൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തേക്ക് വരുന്നു. എന്തായാലും തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ടി.കെ. ഗോവിന്ദൻ മാസ്റ്ററിനെ UDF പിന്തുണയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.